ഏ അപ്പൊ സമരം അവസാനിപ്പിച്ച് അടുക്കള കേറിയില്ലേ? ഇതാണ് കിട്ടേണ്ട നേരത്ത് കിട്ടിയാൽ ഏത് പെണ്ണും നന്നാവും പറയുന്നത്. അങ്ങനെ ഇപ്പൊ നന്നാവണ്ടെന്ന് അമ്മയ്ക്കും തോന്നിയിട്ടുണ്ടാവും. അമ്മ പോയി. ഓയ് എങ്ങോട്ട്? അമ്മയുടെ വീട്ടിലേക്ക്. ഇനി ഇങ്ങോട്ട് വരില്ല എന്നും പറഞ്ഞു. ഓഹോ അത് ശരി. അപ്പൊ പുലരുന്നതിന് മുമ്പ് സ്ഥലം വിട്ടൂല്ലേ? അവൾ എന്താ വിചാരിച്ചത്? ഒരു ദിവസം എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോയാ ഞാനും എന്റെ മോളും അങ്ങ് ഒലിച്ചു പോകുന്നു. വാശിയാണെങ്കിലേ എനിക്കും വാശിയാ. ഇനി ഞാൻ ചെന്ന് വിളിച്ചിട്ട് അവളെ പടി കയറുന്നു വിചാരിക്കണ്ട. ആര് ജയിക്കുന്നു നമുക്കൊന്ന് കാണാമല്ലോ. നിങ്ങൾ ആര് ജയിച്ചാലും തോറ്റാലും എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറ് വേണം. 2 ദിവസമായിട്ട് ഹോട്ടൽ ഫുഡ് കഴിച്ചേ എന്റെ വയറ് കേടായി കിടക്കുക. എന്റെ മോള് ധൈര്യമായിട്ടിരുന്ന് പഠിച്ചേ. മോൾക്കുള്ള ഭക്ഷണേ ഈ അച്ഛനുണ്ടാക്കി തരും. ഇന്ന് മുതൽ ഈ വീട് സ്വർഗമാവാൻ പോവാ. ഞാനും നീ മാത്രമുള്ളൊരു സ്വർഗം. അങ്ങനെ ആരും എന്നെ തോപ്പിക്കാന്നൊന്നും വിചാരിക്കണ്ട. പെട്ടെന്നൊരു വേലക്കാരി എന്നൊക്കെ പറഞ്ഞാൽ പാടാ. പിന്നെ എന്റെ പരിചയത്തിൽ ഒരു വേലക്കാരനുണ്ട്, മതിയോ? എന്റെ സാറേ, സാർ അവനെ വീണ്ടും നമ്പാൻ പോവാണോ? അവൻ സാറിന് ഉപദേശിക്കുന്നത് കേട്ടിട്ടാ ഞാൻ അന്ന് എന്റെ ലിസാമയുടെ അടുത്ത് ചെന്നത്. എന്റെ കർത്താവേ, 2 പിള്ളേരുണ്ടായിട്ടാണോ മനുഷ്യ ഈ വേഷം കെട്ടെന്ന് ചോദിച്ചു അവളെന്നെ നിർത്തി പൊരിച്ചില്ലെന്നേ ഉള്ളൂ. പിറ്റേ ദിവസം എന്റെ പിള്ളേരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റണ്ടായി. അതെ, കള്ളു കുടിക്കുന്ന ആക്രാന്തം താൻ വൈഫിനോടും കാണിച്ചായിരിക്കും. ഇതിനൊക്കെ ഒരു മയം വേണ്ടേ? ടെസ്റ്റർ ഇല്ലാതെ ആരെങ്കിലും ട്രാൻസ്ഫോമറിൽ കൈകൊണ്ടിടൂ. പരമ കഷ്ടം. എന്തായാലും കബീറെ, നാളെ രാവിലെ ആള് വീട്ടിലെത്തിയിരിക്കണം. എന്റെ സുഗുണേട്ട, ചാടി കയറി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? ഇതൊക്കെ ചേച്ചിയായിട്ട് സംസാരിച്ച് തീർക്കാന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇല്ല സണ്ണി, എന്നെ എന്റെ മോളെ വിട്ടെറിഞ്ഞിട്ട് പോയതല്ലേ. ഇനി ഞാനായിട്ട് ചെന്ന് വിളിക്കാനോ സംസാരിച്ച് തീർക്കാനോ എന്തായാലും പോണില്ല. ഞങ്ങളൊന്ന് പോയി ഇടപെട്ട് നോക്കിയാലോ? അത് വേണ്ട. ഇത് എന്റെ കുടുംബ പ്രശ്നം മാത്രമല്ല, കൂട്ടുകാരായിട്ട് ഇടപെട്ട് തീർക്കാൻ പറ്റിയ പ്രശ്നമല്ല. പിന്നെ ഇനി ഈ പ്രശ്നത്തെ പറ്റി നിങ്ങൾ ആരും എന്നോട് സംസാരിക്കരുത് പ്ലീസ്. അഞ്ജു, നിന്റെ പ്രോഗ്രസ് കാർഡ് കിട്ടിയോ? കിട്ടിയല്ലോ. എത്രയാ പെർസെന്റേജ്? 97. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിനക്കൊരു പ്രസന്റ് തരണം. നിന്റെ കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണെന്ന് അച്ഛൻ അറിയാം. ഹായ് ഫോൺ. അച്ഛാ, താങ്ക് യു സോ മച്ച്. പുതിയതല്ല, പക്ഷെ വളരെ നേരം ചാർജ് നിൽക്കുമത്രേ. പിന്നെ ഈ റിയാലിറ്റി ഷോയ്ക്കൊക്കെ SMS ചെയ്ത് ആവശ്യമില്ലാതെ കാശ് കളഞ്ഞേക്കരുതേ. പിന്നെ നാളെ മുതൽ ഈ വീട്ടിൽ ഒരാളും കൂടി ഉണ്ടാവും. വീട് വൃത്തിയാക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആയിട്ടൊരു സെർവന്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയാണ് നമ്മൾ ആഘോഷിക്കാൻ പോണത്. ആഹാ. ഹലോ. ഓ, എന്തൊരു ഗമയ ശബ്ദത്തിന്. ഇത് ഞാനോട് മാഷെ, അഞ്ജന. ഹായ് അഞ്ജു, ഇതേതാ നമ്പർ? അച്ഛൻ ഇപ്പൊ വാങ്ങി തന്നതാ. അമ്മ പോയതിനെ എന്റെ വിഷമം തീർക്കാനുള്ള സോപ്പ്. ഹാവു, രക്ഷപ്പെട്ടു. ഇനി എപ്പോഴെങ്കിലും സംസാരിക്കണം തോന്നിയാ കാത്തിരുന്ന് ബോറടിക്കണ്ടല്ലോ. ഓ പിന്നെ, അത് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനൊന്നും നിക്കണ്ട. ഇന്ന് സ്കൂളിന്റെ പുറത്തുണ്ടാവും പറഞ്ഞിട്ട് ഞാൻ കുറെ നേരം കാത്തിരുന്നു. കാറുമായി ഇറങ്ങാൻ നിന്നപ്പോഴാ ഗ്രാൻഡ്പാ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത്. ശരി ശരി, ഇനി സംസാരിച്ച കാശ് തീരും. ഇൻകമിങ്ങിനെ അനുവാദമുള്ളൂ. ബൈ, ഞാൻ രാത്രി വിളിക്കാം. നീ സുഗുണനോട് വഴക്കിട്ടാണോ പോകുന്നത്? ഇന്നലെ നിന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. പിന്നെ അപ്പം തന്നെ ചോദിക്കണ്ടെന്ന് വിചാരിച്ചു. അവിടെ നിന്നേ. എന്താ പ്രശ്നം? അവൻ വന്ന് മാപ്പ് പറയാണ്ട് ഇനി നീ മടങ്ങി ചെല്ലില്ല എന്ന് രമേശ് പറഞ്ഞു. ശരിയാണോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോൾ ഇങ്ങനെ ചില വഴക്കുകളും വാശികളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും മക്കളെ ബാധിക്കാൻ പാടില്ല. ഇതിപ്പോ നീ അവനെ തോൽപ്പിക്കാൻ നോക്കുമ്പോ നീ നിന്റെ മോളെയും കൂടി തോൽപ്പിക്കല്ലേ? അവളുടെ സപ്പോർട്ട് എനിക്കുണ്ട്. അവളോടും കൂടി ആലോചിച്ചിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അച്ഛൻ ക്രോസ് വിസ്താരം തുടങ്ങി അല്ലേ? ചോദ്യം ചെയ്യൽ ഇത്ര വൈകിയത് എന്താന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ. എടാ, ഇത് ഇവളുടെയും കൂടി വീടാ. എപ്പോ വേണമെങ്കിലും വരാം. പക്ഷേ ഇങ്ങനെ വഴക്കിട്ട് വേണോന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ചേച്ചി ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെയും അളിയിലൊന്ന് പഠിക്കട്ടെ. 4 ദിവസം കഴിഞ്ഞ് ഗതികെട്ട് വലയുമ്പോ അഞ്ജുവിനെ കൊണ്ട് ഇവിടെ വന്ന് കയറും. എനിക്ക് ഉറപ്പാ. ചേച്ചി ചെല്ല്. മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളെ കിട്ടിയ എന്റെ സന്തോഷത്തില ശ്രീദേവി. രമേശ, ഇപ്പൊ നിനക്ക് ഇവള് മൂത്ത പെങ്ങളാ.
പക്ഷേ നാളെ ഇവള് നിനക്കൊരു ഒഴിയാബാധയായിന്ന് നീ എന്നോട് പറയരുത്. ഓ പിന്നെ ആ വെള്ളങ്ങ് വാങ്ങി വെച്ചോ മോനെ. ഇല്ല ഇല്ല, അങ്ങനെയാണെങ്കിൽ നീ ഇനി എന്നോട് മിണ്ടണ്ട. അതെ, വാശി തന്നെ. കൂട്ടുകാരിയാ, നോട്ട് കൊടുക്കാത്തിന് എന്തിനാ അമർന്നത്? പുലർച്ചെ എഴുന്നേറ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞാ മതി. മണി 10 അറിയോ? എങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കണം മിസ്റ്റർ. തനിക്ക് തോന്നുമ്പോ കയറി വന്ന് ഒപ്പിടാനുള്ള സ്ഥലമല്ല ഇത്. സമയത്തിന് വന്ന് ഒപ്പിട്ടിട്ട് പിന്നെ അങ്ങ് ഇറങ്ങി പോവാലോ അല്ലേ? അല്ല, മാഡം ചെയ്യുന്നതാണല്ലോ. മഹിളകളെ ഉത്ബോധിപ്പിക്കാനും വനിതാ വിമോചനം ഊന്നിപ്പറയാനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടല്ലോ. അപ്പോഴീ ലീവ് ഒന്നും ബാധകമല്ലേ? ഞാൻ തന്റെ സുപ്പീരിയർ ആണ് മാഡം. നിങ്ങൾ സ്ത്രീകൾക്ക് എന്തു ആവാലോ. ജോലി സമയത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പ്രസംഗിക്കാം, വീട്ടു ജോലികൾ മുഴുവൻ ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കാം, വീട് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവാം. നാട്ടുകാരുടെ മുമ്പിൽ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പുരുഷന്മാര് പലതും ഉള്ളിൽ ഒതുക്കി ജീവിക്കുക. താൻ എന്തൊക്കെയാ പറയുന്നേ? മനസ്സിലാവില്ല. മാഡത്തിന് മാത്രമല്ല, സ്ത്രീ എന്ന് പറയുന്ന വർഗത്തിനെ മനസ്സിലാവില്ല. മോളുടെ ഫീസ് അടയ്ക്കണം, ഇൻഷുറൻസ് പുതുക്കണം, ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം, അനുജന്റെ കല്യാണത്തിന് താൻ നല്ല കനത്തിലങ്ങ് കൊണ്ട് കൊടുക്കണം. നിങ്ങൾക്ക് എങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരുന്നാൽ മാത്രം മതിയല്ലോ. മാഡം, ഒരു ശരാശരി കേരളീയ പുരുഷൻ അവന്റെ കുടുംബത്തിന്റെ 2 അറ്റം തമ്മിൽ ഇതെങ്ങനെ കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാടുണ്ടല്ലോ. അതിന് മാത്രം കൊടുക്കണം ഓരോരുത്തർക്കും ഓരോ അവാർഡ്. എന്നിട്ടോ അവനൊന്ന് തറപ്പിച്ച് നോക്കിയ, നാവെടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ, ദേഷ്യം സഹിക്കവയ്യാതെ ഒന്നങ്ങോട്ട് പൊട്ടിച്ച, അപ്പ തുടങ്ങി വനിതാ വിമോചനം, സ്ത്രീ സ്വാതന്ത്ര്യം, ഭർത്തൃപീഡനം, ഇറങ്ങിപ്പോക്ക്. മാഡം, ഒരുപാട് ടെൻഷനും സമ്മർദ്ദവും കൊണ്ട് തിളച്ചങ്ങട് മറിയാൻ ഞങ്ങൾ പുരുഷന്മാരുടെ മനസ്സ് ഒരിക്കലത് പൊട്ടിത്തെറിക്കും. അതോടെ ഞങ്ങളുടെ തലേ കയറി ഡാൻസ് ചെയ്യുന്ന സ്ത്രീ എന്ന് പറയുന്ന ഈ വർഗം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഭസ്മമായി പോകും. ആരേസങ്ങടേ എന്തിയടാ? സ്ത്രീ വിമോചനം, മാങ്ങാത്തൊലി, വെറുതെ മനുഷ്യൻ അത് പിടിപ്പിക്കുക. എന്താ എന്തായിരുന്നു? അത് ചുമ്മാ. അതെ, രാത്രി എത്ര മണിക്ക് കിടക്കും? എന്നാത്തിനാ സുഗുണ സാറേ? ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാനാ. ഓ, വീട്ടിലെ പണികളും പിന്നെ അതിയാന്റെ പരാക്രമം ഒക്കെ കഴിയുമ്പോ ഒരു 10-11 മണിയെങ്കിലും ആവും. എത്ര മണിക്ക് എണീക്കും? 5 മണിക്ക്. ഓഫീസിൽ എപ്പെത്തും? 9 മണിയാവും. ഞാൻ മാത്രം ഫ്രീ ആയിട്ട് വീട്ടിലുണ്ടാവുക വൈകിട്ട് 6 മുതൽ 7 വരെയാ സാറേ. അത് കഴിഞ്ഞ് പിള്ളേര് ട്യൂഷൻ കഴിഞ്ഞു വരും. എന്നത്തിനാ സാറേ? വേറൊന്നിനും അല്ല, രാവിലെ 5-നും 9-നും ഇടയ്ക്ക് വീട്ടിലെ പണികളൊക്കെ തീരുമെന്ന് അറിയാൻ വേണ്ടി. ഓ, അതാണോ? എല്ലാം തീർത്ത് 2 പിള്ളേരെ സ്കൂളിലാക്കിട്ടാ ഞാൻ വരുന്നേ. ഇതെങ്ങനെ സാധിക്കുന്നു എന്റെ അന്നമ്മേ? ഓ, അതൊക്കെ ഒരുപാട് കാലത്തെ ശീലങ്ങളല്ലേ സാറേ. അത് ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു താളാ. അപ്പൊ അത് പറ. അത് കിട്ടിക്കഴിഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആവൂല്ലേ? കിട്ടും 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 കിട്ടും. കിട്ടാതെ എവിടെ പോവാനാ? എന്നതാ? ഈ താളമല്ലേ?